പ്രതിരോധ രംഗത്ത് അമേരിക്കയും റഷ്യയും ചൈനയും മറികടന്ന് ഇന്ത്യ. ഒരു കാലത്ത് ആയുധങ്ങൾക്കായി ലോകത്തെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ തന്റേതായ ഇടം കണ്ടെത്തുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിൽ നിന്ന് മേക്ക് ഫോർ ദി വേൾഡ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പിന്റെ അടയാളമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായ ബ്രഹ്മോസിനായി ഇന്ന് 6ഓളം രാജ്യങ്ങൾ വരി നിൽക്കുന്നുവെന്നത് ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് വിളിച്ചോതുന്നത്. ഫിലിപ്പീൻസിന് പിന്നാലെ വിയറ്റ്നാം, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, ഈജിപ്ത്, തായ്ലാന്റ്, ബ്രസീൽ, ചിലി തുടങ്ങിയ രാജ്യങ്ങൾ ബ്രഹ്മോസ് സ്വന്തമാക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ടോമോഹോക്ക്, റഷ്യയുടെ കാലിബർ, ചൈനയുടെ YJ-18 തുടങ്ങിയ ലോകോത്തര മിസൈലുകൾക്കിടയിൽ ബ്രഹ്മോസ് ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നത്? മാക് 2.8 മുതൽ 3 വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തിരിച്ചടിക്കാൻ സമയം പോലും നൽകാത്തത്ര വേഗതയാണുള്ളത്. ടോമോഹോക്കിന്റെയും കാലിബറിന്റെയും സബ്സോണിക് വേഗതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ബ്രഹ്മോസിന് വ്യക്തമായ മുൻതൂക്കം നൽകുന്നു. അത്യാധുനിക ഇൻഷർഷ്യൽ നാവിഗേഷൻ, സാറ്റലൈറ്റ് നാവിഗേഷൻ, ആക്റ്റീവ് റഡാർ ഹോമിംഗ് എന്നീ സംവിധാനങ്ങൾ ബ്രഹ്മോസിനെ അതീവ കൃത്യതയുള്ള ആയുധമാക്കുന്നു. മറ്റ് ആഗോള മിസൈൽ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച പ്രവർത്തന മികവിനൊപ്പം തന്നെ മത്സര ചെലവും ഇന്ത്യ ഉറപ്പാക്കുന്നു. ഇന്ത്യ റഷ്യ സാങ്കേതിക പങ്കാളിത്തത്തിന്റെ ഈ അത്ഭുത ആയുധം വെറുമൊരു പ്രതിരോധ ആയുധം എന്നതിലുപരി ഇന്ത്യയുടെ നയതന്ത്ര കരുത്ത് കൂടിയാണ്. ദീർഘദൂര ദൗത്യങ്ങളിൽ അമേരിക്കൻ, റഷ്യൻ മിസൈലുകൾക്ക് മുൻതൂക്കമുണ്ടെങ്കിലും വേഗതയും കൃത്യതയും ബഹുമുഖ ഉപയോഗവും കൊണ്ട് ബ്രഹ്മോസ് ഇന്ന് ആഗോള വിപണിയിലെ കിരീടം വയ്ക്കാത്ത രാജാവായി മാറുകയാണ്. ലോകരാഷ്ട്രങ്ങൾ ബ്രഹ്മോസിനെ നോക്കിക്കാണുന്നത് കേവലം ഒരു മിസൈൽ എന്നതിലുപരി യുദ്ധതന്ത്രങ്ങളിൽ നിർണായകമാകുന്ന ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിലാണ്. ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതിയുടെ ചരിത്രത്തിലെ പുതിയ അധ്യായമാകും വരും വർഷങ്ങളിൽ ബ്രഹ്മോസ് എഴുതി ചേർക്കുക. ഇന്ത്യയുടെയും റഷ്യയുടെയും സഹകരണത്തോടെയാണ് ബ്രഹ്മോസ് നിർമ്മിച്ചിരിക്കുന്നത്. DRDOയും റഷ്യയുടെ NPO മെഷിനോസ്ട്രോയേനിയയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ഒരു കരാറിൽ ഒപ്പുവെച്ചു. ബ്രഹ്മപുത്ര, മോസ്കോ നദികളുടെ പേരുകളുടെ സംയോജനമാണ് ബ്രഹ്മോസ്. ഒരു സൂപ്പർസോണിക് ഉയർന്ന കൃത്യതയുള്ള ക്രൂയിസ് മിസൈലും അതിന്റെ വകഭേദങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ഒരു നിയോഗത്തോടെയാണ് ഈ സ്ഥാപനം സ്ഥാപിതമായത്. സംയുക്ത സംരംഭത്തിൽ ഇന്ത്യക്ക് 50.5% ഓഹരിയും റഷ്യക്ക് 49.5% ഓഹരിയുമുണ്ട്. ഒഡീഷയിലെ ചാന്ദിപൂർ തീരത്തുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കരയിൽ നിന്നും നിർമ്മിച്ച ലോഞ്ചറിൽ നിന്നും 2001 ജൂൺ 12 മിസൈലിന്റെ ആദ്യ വിജയകരമായ പരീക്ഷണം നടത്തി. ബ്രഹ്മോസ് വളരെ വൈവിധ്യമാർന്ന സ്റ്റാൻഡ് ഓഫ് റേഞ്ച് ഫയർ ആൻഡ് ഫോർഗെറ്റ് തരം സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ഇത് കര, കപ്പൽ, വ്യോമ, അന്തർവാഹിനി അധിഷ്ഠിത പതിപ്പുകളിൽ അതിന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. വളരെ താഴ്ന്ന റഡാർ സിഗ്നേച്ചർ ഉള്ളതിനാൽ മിസൈലിനെ രഹസ്യമായി വിന്യസിക്കാൻ കഴിയും. കൂടാതെ ഇതിന് വിവിധ പാതകളിലൂടെ സഞ്ചരിക്കാനും കഴിയും. അതിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ക്രൂയിസിംഗ് ഉയരം 15 കിലോമീറ്റർ വരെയും ടെർമിനൽ ഉയരം 10 മീറ്റർ വരെയും ആകാം. 200 മുതൽ 300 കിലോഗ്രാം ഭാരമുള്ള ഒരു പരമ്പരാഗത വാർഹെഡ് മിസൈൽ വഹിക്കുന്നു. ബ്രഹ്മോസ് പോലുള്ള ക്രൂയിസ് മിസൈലുകൾ സ്റ്റാൻഡ് ഓഫ് റേഞ്ചർ ആയുധങ്ങൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്നു. ഇവ ആക്രമണകാരികൾക്ക് എതിരാളിയിൽ നിന്നുള്ള പ്രതിരോധ വെടിവയ്പ് ഒഴിവാക്കാൻ പര്യാപ്തമായ ദൂരത്തിൽ നിന്നും തൊടുത്തുവിടുന്നു. ലോകത്തിലെ മിക്ക പ്രധാന സൈന്യങ്ങളുടെയും ആയുധപ്പുരയിലാണ് ഈ ആയുധങ്ങൾ. നിലവിൽ വിപുലീകൃത ശ്രേണിയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസിന്റെ പതിപ്പുകൾ 350 കിലോമീറ്റർ വരെ ദൂരമുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ കഴിയും. യഥാർത്ഥ പരിധി 290 കിലോമീറ്റർ ആയിരുന്നു. എന്നാൽ സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെ അപേക്ഷിച്ച് ബ്രഹ്മോസിന് 3 ഇരട്ടി വേഗതയും 2.5 മടങ്ങ് പറക്കൽ ദൂരവും ഉയർന്ന സീക്കർ ദൂരവും ഉണ്ട്. ഇത് ഉയർന്ന കൃത്യതയ്ക്കും 9 മടങ്ങ് കൂടുതൽ ഗതികോർജ്ജത്തിനും കാരണമാകുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു ലക്ഷ്യത്തിലേക്ക് വാർഹെഡുകൾ എത്തിക്കാൻ പ്രൊജക്ടൈൽ ചലനം ഉപയോഗിക്കുന്നു. താരതമ്യേന കുറഞ്ഞ സമയത്തേക്ക് അവയ്ക്ക് ശക്തി നൽകുന്നു. അതിനുശേഷം ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ അവയെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നു. ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മിസൈലുകളെ തരം തിരിച്ചിരിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ ആണവ അല്ലെങ്കിൽ പരമ്പരാഗത വാർഹെഡുകൾ വഹിക്കാൻ കഴിയും. അഗ്നി 1, അഗ്നി 2, പൃഥ്വി 1, പൃഥ്വി 2, ധനുഷ് മിസൈലുകൾ എന്നിവയാണ് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉദാഹരണങ്ങൾ. അതേസമയം വിയറ്റ്നാമിന് ബ്രഹ്മോസ് മിസൈലുകൾ വിൽക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചതായും ഇന്തോനേഷ്യയുമായുള്ള സമാനമായ കരാറിന്റെ അവസാന ഘട്ടത്തിലാണെന്നും ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പറഞ്ഞു. 2022 ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന്റെ ആദ്യ വിദേശ വാങ്ങുന്നയാളെ ഫിലിപ്പീൻസ് മാറിയത് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.